കേരളത്തിൽ ക്ഷേമ പദ്ധതികൾ പ്രഖ്യാപിച്ചത് തിരഞ്ഞെടുപ്പിന് വേണ്ടി മാത്രമെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. മുഖ്യമന്ത്രി ഇപ്പോൾ മോദി സ്റ്റൈൽ നോക്കുന്നു. ക്ഷേമകാര്യങ്ങളിൽ പിണറായിയും മോദിയും ഒരുപോലെയാണ്. ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള തന്ത്രമാണിതെന്ന് KC വേണുഗോപാൽ പറഞ്ഞു. ഇന്നലെ നമ്മുടെ മുഖ്യമന്ത്രി കേരളത്തിൽ പ്രഖ്യാപിച്ചിരിക്കുന്ന ക്ഷേമ കാര്യങ്ങളെല്ലാം തിരഞ്ഞെടുപ്പിന് വേണ്ടി മാത്രം ഉള്ള പ്രഖ്യാപനങ്ങളാണ്. നമ്മുടെ മുഖ്യമന്ത്രി ഇപ്പോൾ മോഡിയുമായിട്ട് ഒരുപാട് കാര്യങ്ങളിൽ താരതമ്യമുണ്ട്. ഒരു മോഡി സ്റ്റൈലിലേക്കാണ് അദ്ദേഹത്തിൻ്റെ നോട്ടം. തിരഞ്ഞെടുപ്പ് വരുമ്പോൾ മാത്രം ഓർമ്മിക്കേണ്ട കാര്യമാണ് ക്ഷേമ പ്രവർത്തനങ്ങൾ എന്നാണ് മോഡി ചിന്തിക്കുന്നത്. അതുതന്നെയാണ് ശ്രീ പിണറായിയും ചിന്തിക്കുന്നത്. ഇലക്ഷൻ വരുമ്പോൾ ജനങ്ങളെക്കുറിച്ച് ആലോചിക്കും, ക്ഷേമ പ്രവർത്തനങ്ങളെക്കുറിച്ച് ആലോചിക്കും. 5 വർഷം മുമ്പ് വന്ന ഗവൺമെൻറ് അന്ന് പ്രകടന പത്രിക പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോൾ പോലും നടപ്പിലാക്കിയിട്ടില്ല. അതിൻ്റെ വിമർശനം വരുമ്പോൾ ആ വിമർശനത്തിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് അവസാനം പേരിന് ചില വർധനവ് നടത്തി മുന്നോട്ട് പോവുകയാണ് സർക്കാർ ചെയ്യുന്നത്. ഇത് വളരെ വ്യക്തമാണ്. ഇപ്പം ക്ഷേമ പെൻഷൻ്റെ കാര്യത്തിൽ 400 രൂപ വർദ്ധിച്ചു. അവർ തന്നെ പറഞ്ഞ് 2500 ആക്കുമെന്ന് പറഞ്ഞതാണ്. ഇപ്പോഴും 2000-ലാണ് നിൽക്കുന്നത്. 5 കൊല്ലം മുമ്പ് 2500 ആക്കുമെന്ന് പറഞ്ഞത് ഇപ്പോഴും 2000-ലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇലക്ഷൻ പ്രഖ്യാപിക്കാനായിട്ടിരിക്കുന്ന സമയത്ത് ആശമാർക്ക് കിട്ടുന്നത് 33 റുപ്യാണ് അധികം കിട്ടുന്നത്. ഇത് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ജനങ്ങളെ കണ്ണിൽ പൊടിയിടാനുള്ള തന്ത്രമാണെന്ന് വ്യക്തമാണ്. അത് ജനങ്ങൾക്ക് പൂർണ്ണമായും മനസ്സിലാവും. കാരണം ഇതിൻ്റെ ബാധ്യതകളെല്ലാം വരാൻ വേണ്ടി പോകുന്ന അടുത്ത സർക്കാരിൻ്റെ മുകളിലേക്കാണ്. അപ്പോൾ അടുത്ത സർക്കാരിൻ്റെ മുകളിൽ ബാധ്യത വെക്കാൻ വേണ്ടിയിട്ട് ചില പ്രഖ്യാപനങ്ങൾ നടത്തുക. എന്തായാലും എന്തിൻ്റെ പേരിലായാലും ജനങ്ങൾക്ക് ചില ആശ്വാസം കിട്ടുന്നത് സ്വാഗതം ചെയ്യേണ്ട കാര്യമാണ്. ഞങ്ങളതിനെ സ്വാഗതം ചെയ്യുകയാണ്. 10 റുപ്യെങ്കിൽ 10 റുപ്യ കിട്ടട്ടെ ജനങ്ങൾക്ക്. പക്ഷേ ഇത് ഇലക്ഷന് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് കൊടുക്കേണ്ട മാത്രം കാര്യങ്ങളാണോ? ഇതവർ അവകാശപ്പെട്ടതല്ലേ ജനങ്ങൾ? നിങ്ങൾ പറഞ്ഞതല്ലേ ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഇത്ര ചെയ്യും. എന്നിട്ട് അത് ചെയ്യാതിരിക്കുമ്പോൾ ഇലക്ഷൻ പ്രഖ്യാപിക്കുമ്പോൾ മാത്രം നടത്തുന്ന ഈ സോപ്പ് പരിപാടി സത്യത്തിൽ ജനങ്ങൾ മനസ്സിലാക്കും എന്നുള്ളതിന് ഒരു സംശയവും വേണ്ട എന്നുള്ളത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. അതിനകത്ത് നെല്ല് സംഭരണത്തിൻ്റെ കാര്യത്തിൽ ഇതിൽ പറഞ്ഞ് എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത് കർഷകരാകെ ദുരിതത്തിലാണ്. നെൽകൃഷി ചെയ്യുക എന്ന് പറയുന്നത് തന്നെ ഏറ്റവും പ്രയാസമായിട്ടുള്ള കാര്യമാണ്. അത് കൃഷിക്കാരൻ ആ കൃഷിയോടുള്ള താല്പര്യം കൊണ്ടാണ് മുന്നോട്ട് വരുന്നത്. തങ്ങൾ കൃഷി ചെയ്ത നെല്ലിൻ്റെ കാശ് കിട്ടില്ല എന്നുള്ള അവസ്ഥയിലാണ് കേരളത്തിലുള്ളത്. ഇപ്പം ഇന്നലെ അവർ പ്രഖ്യാപിച്ചു കുറച്ച് ആശ്വാസം. പക്ഷേ 130 കോടി രൂപ കുടിശ്ശികയാണ്. ഇന്നിപ്പോൾ കൃഷിക്കാർക്കും താല്പര്യമില്ല, അത് സംതൃപ്തരല്ല, മില്ലുടമകളും സംതൃപ്തരല്ല. പിന്നെ ആരെ സംതൃപ്തരാക്കാനാണ് ഈ പ്രഖ്യാപനം? അപ്പോൾ നെല്ല് സംഭരണ കാര്യത്തിൽ കൃഷിക്കാരൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ വ്യക്തമായ നിലപാട്. ഇന്നത്തെ പ്രഖ്യാപനത്തിൽ വെറും അതും കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ടുള്ള കൃഷിക്കാരൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തീരുമാനമല്ല അതുണ്ടായിരിക്കും. മുന്നോട്ട് പോകുമ്പോൾ പ്രചാരണത്തിലടക്കം ഇത് UDF-ന് ഒരു തിരിച്ചടിയാവില്ല? ഒരിക്കലുമില്ല. UDF-ന് കൃത്യമായിട്ടുള്ള പ്ലാനുണ്ട്. പക്ഷേ ഞങ്ങൾ 5 കൊല്ലം മുമ്പ് അവർ പറഞ്ഞ് നടപ്പിലാക്കാമെന്ന് പറഞ്ഞ കാര്യം 5 കൊല്ലം കഴിഞ്ഞിട്ട് നടപ്പിലാക്കാതിരിക്കുമ്പോൾ അതല്ല. ഞങ്ങളൊരു മോഡൽ ഉണ്ടായിരുന്നു. നിങ്ങൾക്കറിയാം, കർണാടകത്തിലായാലും തെലുങ്കാനയിലായാലും ഒക്കെ ഞങ്ങൾ നടപ്പിലാക്കുമെന്ന് പറഞ്ഞ കാര്യം ആദ്യ 6 മാസങ്ങൾക്ക് നടപ്പിലാക്കി കാണിച്ചു കൊടുത്തവരാണ് ഞങ്ങളുടെ ഗവൺമെൻറ്. അപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളുടേതായ ഇതുണ്ടാവും. UDF-ന് ഒറ്റക്കെട്ടായിട്ടുണ്ടാവും, കോൺഗ്രസിന് അതിൻ്റെതായിട്ടുണ്ടാവും, എല്ലാവരും കൂടെ ഒന്നിച്ചുണ്ടാവും. UDF അധികാരത്തിൽ വന്നാൽ ആദ്യ മാസത്തിൽ തന്നെ ഈ ആശമാരുടെ പ്രശ്നം പരിഹരിക്കുമോ? UDF-ന് അക്കാര്യത്തിൽ കൺസെപ്റ്റ് ഉണ്ടെന്നുള്ള UDF-ൻ്റെ നേതാക്കന്മാർ കൂടി തീരുമാനിച്ചിട്ടുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചും UDF-ൻ്റെ നേതാക്കന്മാരെല്ലാം ഒത്തുകൂടി ഇക്കാര്യം കാര്യങ്ങളിൽ എന്താണ് ഞങ്ങളുടെ തിരഞ്ഞെടുപ്പിന് മുമ്പാകെ പറയാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായ ക്ലാരിറ്റിയോടെ പറയും. അത് ഞങ്ങളുടെ ശൈലി എന്താ വെച്ചാൽ കോൺഗ്രസിൻ്റെ പ്രത്യേകിച്ച് ശൈലി അത് ആദ്യ 6 മാസത്തിനുള്ളിൽ എല്ലാം നടപ്പിലാക്കുക. ആദ്യ ക്യാബിനറ്റിൽ തന്നെ പ്രധാനപ്പെട്ട പ്രഖ്യാപനങ്ങൾക്ക് തീരുമാനം ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഇതാണ് ഞങ്ങൾ എടുക്കുന്ന ശൈലി. അത് തന്നെയായിരിക്കും കേരളത്തിലുണ്ടാവുക. അതേസമയം PM ശ്രീ പദ്ധതിയിലെ പിന്മാറ്റം സർക്കാർ സ്കൂളുകളെ തകർക്കാനുള്ള ശ്രമമാണെന്ന് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ പറഞ്ഞു. വിദ്യാർത്ഥികൾ മറ്റ് സംഘടനകളിലെ സ്കൂളുകളെ തേടി പോകുന്ന അവസ്ഥയുണ്ടാകും. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ പദ്ധതി നടപ്പാക്കുന്നത് സ്വാഗതാർഹമാണെന്നും ജോർജ് കുര്യൻ പറഞ്ഞു. കരാറിൽ നിന്ന് പിന്മാറില്ല എന്നാണ് കരുതുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. PM ശ്രീ മന്ത്രിസഭ ഉപസമിതി പദ്ധതി പരിശോധിക്കണമെന്നും റിപ്പോർട്ട് വരും വരെ പദ്ധതി മരവിപ്പിക്കണമെന്നും മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയിരുന്നു. അത് ഒരു എഗ്രിമെൻ്റ് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് അതിൽ നിന്ന് പിന്മാറേണ്ടതെന്ന് ജനങ്ങൾക്കെല്ലാം അറിയാം. അതിൻ്റേതായിട്ടുള്ള കണ്ടീഷൻസ് ഉണ്ട്. അല്ലെങ്കിൽ കോടതിയിൽ പോകാം. പക്ഷേ അങ്ങനെയൊന്നും തീരുമാനിച്ചിട്ടുള്ളത് അറിയില്ല. മുഖ്യമന്ത്രി പറയുന്ന ഒരു സബ് കമ്മിറ്റിയെ വെച്ചു എന്നാണ്. അതിന് സബ് കമ്മിറ്റി വെക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല. അതെങ്ങനെ നടപ്പിലാക്കണം എന്നുള്ളതാണ്.
പിന്മാറും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. പിന്നെ പിന്മാറിയോ ഇല്ലയോ അവിടെ കത്തുക, അത് ഞാൻ ആ വകുപ്പിൻ്റെ ആളല്ല. പക്ഷേ ഒരു കാര്യം വളരെ ക്ലിയറാണ്, കേരളത്തിലെ സർക്കാർ സ്കൂളുകളെ തകർക്കാനുള്ളൊരു ശ്രമമാണിത്. കാരണം 2022-23 1071 കോടി രൂപയാണ് സർക്കാർ സ്കൂളുകളുടെ വികസനത്തിന് വേണ്ടി കേന്ദ്രം കൊടുത്തത്. അതെല്ലാ വർഷവും കൊടുത്തുകൊണ്ടിരുന്നത് നരേന്ദ്രമോദി വന്നതിന് ശേഷം. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കേരളത്തിലെ സ്കൂളുകളെല്ലാം സ്മാർട്ട് സ്കൂളുകളായത്. അത് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. അത് തകർക്കാനുള്ള ഒരു ആസൂത്രിത ശ്രമമാണ്. മാത്രമല്ല, ഇനിയിപ്പോൾ സ്കൂളുകൾക്ക് ഡെവലപ്മെൻറ്റ് ഉണ്ടാവില്ല. പിന്നെ സെൻട്രൽ സിലബസ് അതുള്ള സ്കൂളുകൾ ധാരാളമുണ്ട് കേരളത്തിൽ. അപ്പോൾ അങ്ങോട്ട് കുട്ടികൾ പോകും. മാത്രമല്ല, ഇനി 1-ാം ക്ലാസ് തൊട്ട് മറ്റ് സംസ്ഥാനത്തേക്ക് പോകാനുള്ള പ്രവണതയുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് സെൻട്രൽ നമ്മുടെ സംസ്ഥാനത്തെ സർക്കാർ സ്കൂളുകളെ തകർക്കാനുള്ള ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണിത്. അപ്പോൾ അതുകൊണ്ട് ആ രീതിയിൽ സർക്കാർ പോകില്ല എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പാവപ്പെട്ടവൻ്റെ മക്കൾ പഠിക്കുന്ന സർക്കാർ സ്കൂളുകളെയാണ് ഇത് ബാധിക്കാൻ പോകുന്നത്. ഇപ്പം PM ശ്രീയും അതുപോലെ തന്നെ സമഗ്ര ശിക്ഷാ അഭിയാനെല്ലാം ഒരു വിദ്യാഭ്യാസ നയത്തിൻ്റെ ഭാഗമാണ്. അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാർ ഉന്നത വിദ്യാഭ്യാസ തലത്തിൽ ഈ നയം നടപ്പിലാക്കിയിട്ടുണ്ട്. അത് സ്വാഗതാർഹമാണ്. ഇതുവരെയും അതിവേഗം ഈ NEP നടപ്പിലാക്കിക്കൊണ്ടിരുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. ഒരുപക്ഷെ ഗോവയായിരിക്കും ഇതിൻ്റെ മുമ്പിലുള്ളത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു തീരുമാനം എടുക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. സബ് കമ്മിറ്റിയൊക്കെ വെക്കുന്നത് സർക്കാരിൻ്റെ അവരുടേതായിട്ടുള്ള സ്വാതന്ത്ര്യമാണ്. സംസ്ഥാനം ഇന്നലെ വലിയ പ്രഖ്യാപനങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. അതിനോട് എങ്ങനെ പ്രതികരിക്കുന്നു? അല്ലാതെ ഇലക്ഷന് മുമ്പായിട്ടുള്ള ഒരു കാര്യം എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എല്ലാ സർക്കാരുകളും പ്രഖ്യാപിക്കുന്നു. ഞാനതിനെപ്പറ്റി ഒന്നും പറയും.